Hi friends, welcome to Nubas share. ഇന്ന് നമുക്ക് വളരെ വെറൈറ്റി ആയിട്ടുള്ള വളരെ കാണാൻ അതിമനോഹരവും ഒപ്പം കഴിക്കാൻ അതിലുപരി ടേസ്റ്റ് ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. ഇതൊരു മലേഷ്യൻ ഫുഡ് ഐറ്റം കൂടിയാണ്. ജാലാർ അപ്പം എന്നാണ് ഇതിൻ്റെ പേര്. ഈയിടയ്ക്കായിട്ടാണ് ഞാൻ ഇത് ട്രൈ ചെയ്ത് നോക്കിയത്. വളരെ ടേസ്റ്റ് ആയിട്ട് വന്നു. അപ്പോൾ ഞാൻ നിങ്ങളുടെ കൂടെ ഇത് ഷെയർ ചെയ്യുകയാണ്. ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യാം. ഇതുണ്ടാക്കാനായിട്ട് ഒരു മിക്സി ജാറിലോട്ട് ഞാൻ 1 കപ്പ് ഗോതമ്പ് മാവ് എടുക്കുകയാണ്. ഗോതമ്പ് മാവിന് പകരമായിട്ട് നിങ്ങൾക്ക് മൈദ മാവ് എടുക്കാം. അതിലോട്ട് ഒരു 1/4 സ്പൂണ് പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലോട്ട് ഞാൻ 3/4 കപ്പ് തേങ്ങാപ്പാൽ 1/ാം പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിലോട്ട് ഒരു 1/2 കപ്പ് സാദാ വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്കിതിലോട്ട് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് ഉപ്പ്, ഒരു 1/4 സ്പൂണോളം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നല്ല പതയായിട്ട് വരാനായിട്ട് നമ്മൾ ഇതിലോട്ട് ഒരു മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നിറം കിട്ടാനായിട്ട് ഇതിലോട്ട് ഞാൻ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് മിക്സിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു 1.5 മിനിറ്റോളം നിങ്ങളൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഫുൾ സ്പീഡിൽ. അപ്പോൾ ഇതുപോലെ അത്യാവശ്യം നല്ല കട്ടിയായിട്ടുണ്ടാവും. ഇതിലോട്ട് 2/2 പാല് 1/2 കപ്പ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുകയാണ്. നമുക്ക് ഇത് ഒരിക്കൽ കൂടി മിക്സിയിലൊന്ന് മിക്സ് ചെയ്ത് കൊണ്ടുവരാം. അപ്പോൾ നമ്മൾ നല്ല കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്, ഒരു പാലപ്പത്തിൻ്റെ ഒക്കെ കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഈ ബാറ്റർ ഞാൻ ഒരു സാധാരണ പഴയ പ്ലാസ്റ്റിക് ബോട്ടിലിൽ നല്ല വൃത്തിയാക്കിയതിന് ശേഷം ഒഴിക്കുകയാണ്. അതിനുശേഷം അതിൻ്റെ ക്യാപ്പ് അല്ലെങ്കിൽ അതിൻ്റെ നോസിൽ നമുക്ക് ഒരു ഹോൾ ഉണ്ടാക്കി കൊടുക്കാം. ഇനി നമുക്കൊരു നോൺസ്റ്റിക് പാൻ ചൂടാക്കിയിട്ട് നമ്മുടെ ഈ വീഡിയോയിൽ കാണുന്ന പോലുള്ള ഷേപ്പിൽ നിങ്ങൾക്കത് ചുറ്റുമായിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ദോശയൊക്കെ ചൂടുന്ന പോലെ അത്യാവശ്യം പാൻ നന്നായി ചൂടായിട്ടാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. അതിന് മുകളിലായിട്ട് കുറച്ച് നെയ്യ് നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നെയ്യില്ലെങ്കിൽ ബട്ടറോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും കോക്കനട്ട് ഓയിൽ ഏതെങ്കിലും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. നമ്മൾ ഇനിയിപ്പോൾ ഈ ജാലാർ അപ്പം റെഡിയായി ഇതെടുക്കാം. ഇതേപോലെ നമുക്ക് ഇത് റിപ്പീറ്റ് ചെയ്യാം. അപ്പോൾ ഇതിൽ 3 വിധത്തിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. ആക്ച്വലി ഫസ്റ്റ് നമ്മൾ ഇതുപോലെ ഒന്ന് പരത്തിയെടുത്തിട്ട് അതേ ഷേപ്പിൽ നമുക്ക് എടുക്കാം. അല്ല, നമുക്കത് ചുരുട്ടി റോൾ ചെയ്തും എടുക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ദോശക പോലെ പ്ലെയിൻ ആയിട്ട് എടുത്തു. ഇനി നമുക്ക് അടുത്തത് നോക്കാം. അത് പരത്തിയെടുക്കുക അല്ലാത്തൊരു ടൈപ്പാണ്. അതിനായിട്ട് ഇതേപോലെ നമ്മുടെ സ്പാറ്റിൽ ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഉരുട്ടിയെടുക്കാം, റോൾ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ മെത്തേഡ്. നമുക്കിത് റോൾ ചെയ്തിട്ട് അതിന് വീണ്ടും നമുക്ക് ബോക്സ് പോലെ മടക്കിയെടുക്കാൻ പറ്റും. അതും കൂടി നമുക്ക് നോക്കാം. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് ഇന്ന് ഇഡ്ഡലിയും ദോശയൊക്കെ കഴിച്ച് മടുത്തവർക്ക് അല്ലെങ്കിൽ നമുക്ക് നൈറ്റ് ആണെങ്കിലും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണിത്. കാണാനും നല്ല ഭംഗിയാണ്, കഴിക്കാനും അതിലുപരി ടേസ്റ്റ് തന്നെയാണ്. കാരണം തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് തരണം, നമുക്ക് നല്ല ഒരു പ്രത്യേക മണവും കിട്ടും പെരിഞ്ജീരകം ഇട്ടത് കാരണം. അപ്പം ആ ഒരു ഫ്ലേവറും കൂടി നമുക്ക് നന്നായിട്ടുണ്ടാവും. അപ്പം നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് ഒഴിക്കാം. ഞാനിവിടെ റൗണ്ട് ചെയ്തിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്തെടുത്തു എന്ന് മാത്രം. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നല്ല നെറ്റ് പോലെ ഉണ്ടാവും കാണാൻ. ഇനി നമുക്കിതിനെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമുക്ക് 3ാമത്തെ രീതിയിലും കൂടി ഒന്നും ഇതാക്കി നോക്കാം. അതിനായിട്ട് റോൾ ചെയ്തതിന് ശേഷം 2 സ്പാറ്റുകളുടെ സഹായം ഉപയോഗിച്ചിട്ട് നിങ്ങൾക്കിങ്ങനെ അതിനെ ബോക്സിൻ്റെ രൂപത്തിൽ എടുക്കാം. അല്ലെങ്കിൽ കൈ ഉപയോഗിച്ചിട്ടാണെങ്കിലും ഇതുപോലെ റോൾ ചെയ്തിട്ട് 2 വശവും മടക്കിയെടുക്കാം. അപ്പോൾ നമുക്കിത് പ്ലെയിനായിട്ട് ജസ്റ്റ് ദോശ പോലെ ഇട്ടിട്ടും കഴിക്കാം, അതിനെ റോൾ ചെയ്ത് കഴിക്കാം. അതല്ലെങ്കിൽ റോൾ ചെയ്ത് ബോക്സിൻ്റെ രൂപത്തിൽ നമുക്ക് വെക്കാം. അപ്പോൾ നല്ല സൽക്കാരങ്ങളിലൊക്കെ ഇത് വെച്ചാൽ നല്ല ഭംഗിയുണ്ടാവും. ഒരിക്കൽ കഴിച്ച് നിങ്ങളിത് വീണ്ടും ചെയ്ത് നോക്കും. അത്രയും ടേസ്റ്റും കൂടിയാണ്. ഇതിനൊപ്പം നമുക്ക് ഏത് കറികളും കൂട്ടാം. അല്ല, നമുക്കിത് പ്ലെയിൻ ആയിട്ടും കഴിക്കാം. ഇവിടെ ഞാൻ മുട്ടക്കറിയാണ് ഇതിന് കൂട്ടിയിരിക്കുന്നത്. നോൺ വെജ് കറികളായിക്കോട്ടെ അല്ലെങ്കിൽ വെജ് കുറുമയായിക്കോട്ടെ എന്തിനെ നമുക്കിത് കൂട്ടാം. ഒരു കാര്യം ശ്രദ്ധിക്കുക, ഫ്ലെയിം നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ചെയ്യുക, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകാതിരിക്കാൻ നോക്കണം. അത്രേ ഉള്ളൂ. പിന്നെ ഈ കിടിലൻ ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ ഡിന്നർ ഐറ്റം നിങ്ങളുടെ എല്ലാവർക്കും ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. ഉറപ്പായിട്ടും ചെയ്ത് നോക്കിയിട്ട് റിവ്യൂ പറയാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കൂടി കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. നിങ്ങൾക്ക് ഏതെങ്കിലും വീഡിയോ സ്പെസിഫിക് ആയിട്ട് വേണമെന്നുണ്ടെങ്കിലും കൂടി കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോളൂ. വീഡിയോ ഇഷ്ടമെങ്കിൽ മറക്കാണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ന്യൂബാസ് ഷെയർ എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ കാണുന്ന ബെൽ ഐക്കൺ ക്ലിക്ക് ടു ഓൾ എന്നുണ്ടാവും, അതും കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിലോട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.